നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദിവസവും ഡിസിപ്ലിൻഡ് ആയിട്ട് ചില കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ടഫായിട്ടുള്ള ഒരു കാര്യമാണ്. അതേ അവസ്ഥയിലാണ് ഞാനും കടന്നുപോയിക്കൊണ്ടിരുന്നത്. അതായത് കഴിഞ്ഞ ഒരു മാസം ഫോളോ ചെയ്തുകൊണ്ടിരുന്ന കുറേ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ മാറ്റി വെച്ചിട്ട് മടി പിടിച്ചിരിക്കുമായിരുന്നു. പക്ഷേ ഇന്നു മുതൽ അങ്ങനെ ആവാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടു കൂടെ എടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇത്. അതായത് വേറൊന്നുമില്ല, ലൈഫിലെ ഒരു ചെറിയ റീസ്റ്റാർട്ട്. ഞാൻ യൂഷ്വലി ഒരു മോർണിംഗ് പേഴ്സൺ അല്ല. എങ്ങനെ പോയാലും ഒരു 6:30-7 മണിയാണ് എൻ്റെ ടൈം. പക്ഷേ 6:30 മണിക്ക് എഴുന്നേറ്റാലും 7 മണിക്ക് എഴുന്നേറ്റാലും ഫോൺ എടുത്ത് എന്തെങ്കിലുമൊക്കെ കാണുക, അത് കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് എനിക്കൊരു മനസ്സുഖമാണ്. ഈ ഒരു ഹാബിറ്റ് മാറ്റുക എന്നതാണ് ഈ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് മുഖം കഴുകി ഫ്രഷ് ആയിട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ആവുക എന്ന്. അത് കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു മൈൻഡ് കിട്ടും. ആ ഒരു ടൈം മോസ്റ്റ്ലി ഞാൻ ഫോക്കസ് ചെയ്യുക ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ, ഈ സ്പിരിച്വൽ ടൈമിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും. ഇടയ്ക്ക് ഒരു തേയില കൂടിയും കൂടെ നടക്കാറുണ്ട്. കുറച്ചുകൂടെ ബോഡി വെയിറ്റ് വെക്കുക എന്നത് എൻ്റെ ഒരു ഭയങ്കര റിക്വയർമെൻ്റ് ആയിട്ട് ഈ ഇടയ്ക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് അതിലും കൂടെ കുറച്ച് കോൺസെൻട്രേഷൻ ഞാൻ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നേരം വെളുത്തു കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അത് വേറെ ആരോടും പറഞ്ഞാലും മനസ്സിലാവാത്തൊരു കാര്യമാണ്. ഞാൻ രാവിലെ തന്നെ ടു ഡു ലിസ്റ്റ് എഴുതി വെക്കും. ഇന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇന്നുള്ള മെയിൻ ടാസ്ക് എന്തായിരിക്കും, അത് ലൈഫിലായാലും അത് വർക്ക് ലൈഫിലായാലും ഞാൻ എഴുതി വെക്കാറുണ്ട്. ഈ ഒരു ടു ഡു ലിസ്റ്റ് കുറേ കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ ടു ഡു ലിസ്റ്റിലെ ഒരു ടാസ്ക്കാണ് ഈ ഒരു പ്ലേസ് ഇന്ന് ക്ലീൻ ചെയ്ത് വെക്കുക എന്നത്. ആക്ച്വലി ഈ ഒരു ക്ലീനിങ് പ്രോസസ്സിൽ ക്ലീൻ ആവുന്നത് ഈ ഒരു സ്ഥലം മാത്രമല്ല, പകരം എൻ്റെ മൈൻഡും കൂടെ ലിറ്ററലി ഇവിടെ ക്ലീൻ ആവുന്നുണ്ട്. ഇത് ക്ലീൻ ചെയ്ത് അത് ക്ലീൻഡ് ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ആക്ച്വലി ഈ ഒരു ഡേ മൊത്തത്തിൽ ഓടാനുള്ള ഒരു മോട്ടിവേഷൻ കൂടെ നമുക്ക് കിട്ടും. ഈ ഒരു പ്ലേസ് ആക്ച്വലി ഞാൻ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നതാണ്. വീക്കിലി വൺസ് എങ്കിലും ഇവിടെ ക്ലീൻ ചെയ്തിട്ടില്ല എങ്കിൽ ഇത് മൊത്തത്തിൽ മെസ്സപ്പ് ആവാറുണ്ട്. പോരാഞ്ഞിട്ട് ക്രാഫ്റ്റ് ചെയ്ത് ബാലൻസ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ജസ്റ്റ് നേരെ താഴേക്ക് എടുത്ത് ഇടാറാണ് പതിവ്. ഇതെല്ലാം ക്ലീനാക്കി ഇതെല്ലാം ഇനി എടുത്തു വെക്കുമ്പോൾ ഒരു സമയമാവുമോ എന്നുള്ള കാര്യം എൻ്റെ ബാക്ക് മൈൻഡിൽ അങ്ങനെ നിൽപ്പുണ്ട്. എങ്കിലും ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാണ്ട് വേറൊരു ടാസ്കിലേക്ക് പോയാൽ ഓഫ്കോഴ്സ് അതിനൊരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് പേഴ്സണലി കിട്ടില്ല. അതുകൊണ്ടാണ് ടൈം എടുത്താലും കുഴപ്പമില്ല, ഈ ഒരു ടാസ്ക് ഫസ്റ്റ് തീർത്തതിന് ശേഷം നമുക്ക് അടുത്തതിലേക്ക് പോകാം എന്ന് ഞാൻ വിചാരിക്കും. ഇതിനിടയ്ക്ക് ഞാൻ കണ്ട കുറച്ച് ന്യൂസ് പേപ്പേഴ്സിൽ നമുക്ക് ജേർണലിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ ഐറ്റംസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയെടുത്ത് വെക്കുന്നത്. ജേർണലിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് റീസെൻ്റ്ലി തോന്നിയിട്ടുള്ളത്. കാരണം നമ്മുടെ മൈൻഡിൽ കുറേ അധികം കാര്യങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഒന്ന് സോർട്ട് ചെയ്ത് ഒന്ന് അടുക്കും ചിട്ടയും ആക്കാൻ വേണ്ടിയിട്ട് ഈ ജേർണലിംഗ് ആക്ച്വലി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ജേർണലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ഒരു കാര്യം ചെയ്യുന്നതായിരിക്കില്ല. പകരം ആ ടൈം ബുക്ക് തുറക്കുമ്പോൾ നമുക്ക് എന്താണ് എഴുതാൻ തോന്നുന്നത്, നമ്മുടെ മനസ്സിൽ എന്താണോ വരുന്നത് അതായിരിക്കും യൂഷ്വലി ജേർണലിങ്ങിൽ നമ്മൾ എഴുതുക. ഒരു ബ്ലാങ്ക് പേജ് തുറക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി വരുന്ന ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ കുറേ അൺസോൾവ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും. ഈ പ്രോബ്ലംസിൻ്റെ സൊല്യൂഷൻസ് ആണ് ലിറ്ററലി ജേർണലിങ്ങിൽ നടക്കുക. നിങ്ങൾ ഇന്ന് വരെയും ജേർണലിംഗ് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യാൻ ഞാൻ ഫുൾ ആൻഡ് ഫുള്ളി റെക്കമെൻഡ്. ഈ ഒരു പ്ലേസിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തണമെന്നാണ് എൻ്റെ ഒരു പ്ലാന്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ത്രൂ എന്നെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ ക്ലീനിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് ഈ വാട്ടർ ഇൻടേക്ക് എന്ന് പറയുന്നത് ഒട്ടുമില്ലാത്ത ഒരാളാണ് ഞാൻ. അതായത് ഒരു ദിവസം വെള്ളം കുടിക്കാണ്ട് തന്നെ ഇരിക്കാനുള്ള കഴിവ് എനിക്കുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ റീസെൻ്റ്ലി എനിക്ക് ഈ വാട്ടർ ഇൻടേക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നു. അപ്പോൾ അതിനു വേണ്ടി കുറേ അധികം പ്രിപ്പറേഷൻസ് എനിക്ക് വേണ്ടി തന്നെ ഞാനങ്ങ് എടുക്കുന്നുണ്ട്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഏറ്റവും വലിയ പാഷനായിട്ട് കൊണ്ടു നടന്ന ഒരു കാര്യമാണ് ഗിറ്റാറിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇനിയും പൊടി തട്ടി എടുക്കണം എന്നുള്ള ആഗ്രഹത്തോടെ അതിനെ പുറത്തെടുത്ത് വെക്കുന്ന ഒരു പുതിയ പാഷൻ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ ലൈഫിനെ കുറച്ചുകൂടെ മീനിങ് ഫുൾ ആക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഞാൻ വർക്കിലേക്കും കയറി കഴിഞ്ഞു. ഇതിൽ ഏതെങ്കിലും കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ത്രൂ എന്നെ അറിയിക്കുക. അപ്പോൾ ഇനി അടുത്ത ആഴ്ച കാണും വരെ ബൈ, ടേക്ക് കെയർ.